Namaste. Those who are new here, I am Dr. Susan Koda, the life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോണ്ട് ബ്ലീഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഷാർക്ക്. നമുക്കതിൻ്റെ മീനിങ് എന്താണെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ വരുന്നതെന്നും നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. ഈ ഡോണ്ട് ബ്ലീഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഷാർക്ക് എന്ന് പറയുന്ന വലിയ പോപ്പുലർ ആയിട്ടുള്ളൊരു മെറ്റഫോറാണ്. അത് സാധാരണ നമ്മളെല്ലാം അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ വീക്കായിട്ടുള്ള സ്പോട്ടുകൾ ലൈഫിലെ, അതുപോലെ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മളോട് അസൂയുള്ളവരോ കുശുമ്പുള്ളവർ, നമ്മളെ അറ്റാക്ക് ചെയ്യാനിരിക്കുന്നവർ, അതുപോലെയുള്ള വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയറമെൻറ്റിലിരിക്കില്ലേ, നമ്മളെ പാര വയ്ക്കാനുള്ളവർ, നമ്മളെ തകർത്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നവരെ, നമ്മളിലൂടെ ചില ഇത്തൽക്കണ്ണികളായിട്ടൊക്കെ നമ്മളെ അബ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരെയൊക്കെ മുമ്പിൽ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിലേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ മെറ്റഫോർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, നമ്മളൊരു പ്രത്യേകിച്ചൊരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഇത് ഭയങ്കര ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ എൻവയറമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു സീയിലുള്ള ഒരു ഷാർക്ക് എപ്പോഴും ഒരു വൂണ്ടഡ് ആയിട്ടുള്ള പ്രേയെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. കാരണം അതിന് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. എത്ര ദൂരത്ത് നിന്ന് വേണേലും ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അതിന് ഭയങ്കരമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പ്രേയിലേക്ക് എത്ര ദൂരത്തുനിന്ന് വേണേലും അത് ടാർഗറ്റ് ചെയ്ത് അതിനെ എയിം ചെയ്ത് വന്ന് ആ പ്രേയെ അതിന് കഴിക്കാൻ പറ്റും, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രേസ് ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ, അതുപോലെ നമ്മളെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് എതിരായിട്ടുള്ളവർ, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ, നമ്മളെ നശിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ അങ്ങനെയുള്ളവരുടെ അടുത്ത്, അങ്ങനെ ഒരു വളരെ റൈവൽറി ഉള്ളിടത്ത്, അല്ലെങ്കിൽ ഒരു വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, നമ്മുടെ നെയ്ബർഹുഡിലായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം, നമ്മുടെ പ്രൊഫഷണൽ എന്ത് പറയുക ആ ഒരു റൈവൽറിയിലായിരിക്കാം, നമ്മുടെ ഫാമിലീസിലായിരിക്കാം, എവിടെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഈ ബ്ലീഡിങ് എന്ന് പറയുന്ന, ടു ബ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വൾണറബിലിറ്റി, അതായത് നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ, അത് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന പോലെ, നമ്മൾ പറയത്തില്ലേ നമ്മുടെ സോഫ്റ്റ് അണ്ടർബെല്ലി ഷോ ചെയ്യരുത്, നല്ലപോലെ അറ്റാക്ക് കിട്ടും. അവിടെയൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് അറ്റാക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, അവിടെയൊക്കെ പെട്ടെന്ന് ഹാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ചില ഏരിയാസിലുള്ള ചില ആൾക്കാരൊക്കെ പറയും നമ്മുടെ വീക്ക് സ്പോട്ട് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും. ചിലർക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വേദന എടുക്കത്തില്ലേ, നിങ്ങളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു നാണക്കേടാവില്ലേ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കറക്റ്റ് സ്പോട്ട് നമ്മൾ മറ്റേയാൾക്ക് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങളതങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കറക്റ്റായിട്ട് അവരിങ്ങനെ അത് അവരുടെ തലയിലേക്ക് അവരിങ്ങനെ നോക്കി വയ്ക്കും. എന്നിട്ട് അതനുസരിച്ച് അവർ ഫ്യൂച്ചറിൽ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്കിട്ട് പണി തരാൻ സാധ്യതയുണ്ട്. അവിടേക്കിട്ട് തന്നെ അവർ ഹിറ്റ് ചെയ്യത്തുള്ളൂ, വേറെ എങ്ങോട്ടും അവർ ഹിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ഈ വൾണറബിലിറ്റി അത് നമ്മൾ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൾണറബിലിറ്റി, നമ്മൾ സീക്രട്ട് പറയുക, നമ്മളുടെ കുറേ ഇൻഫർമേഷൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, പണ്ട് നടന്ന കാര്യങ്ങൾ, ചില സീക്രട്ടുകളൊക്കെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട്, ചിലപ്പം നമുക്ക് തോന്നും അവർ നമ്മളോട് ഭയങ്കര കെയർ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്ത ആളാണല്ലോ എന്ന് കരുതി പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിക്കാൻ ഒരു വടി കൊടുക്കുന്ന പോലെയാണ്. അപ്പം അവരെപ്പോഴും നമ്മുടെ സീക്രട്ടുകൾ നമുക്ക് എഗനൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓവർ ഷെയറിങ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ. അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി നമ്മൾ എത്രമാത്രം ഡിഫിക്കൽട്ടിയാണ് നമുക്കുണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് ഇമോഷണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്നത്, അതുപോലെ നമ്മുടെ എല്ലാ വാല്യൂ ഏരിയാസ്, എൻ്റെ കരിയറിൽ ഞാൻ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ കരിയർ ഡ്രീംസ്, അതുപോലെ തന്നെ എനിക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എൻ്റെ ബെസ്റ്റായിട്ടുള്ള എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഇവരൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ അടുത്ത് കിട്ടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ നമുക്കിട്ട് എതിരായിട്ട് ഇത് പ്രയോഗിക്കുകയും നമ്മളെ അവിടെ നിന്നെല്ലാം നമ്മളെ ബ്ലോക്ക് ചെയ്യാനും നമ്മളെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൾണറബിലിറ്റി, നമ്മുടെ ഇമോഷണൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത്
ഒരു കാരണവശാലും വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള, വളരെ അബ്യൂസീവ് ആയിട്ടുള്ള, വളരെ ടോക്സിക് ആയിട്ടുള്ള അങ്ങനെയുള്ള മനുഷ്യരുടെ മുമ്പിൽ ഒരു കാരണവശാലും നമ്മൾ വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒരു ഷാർക്കിൻ്റെ മുമ്പിൽ നിങ്ങൾ ബ്ലീഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു നാർസിസിസ്റ്റിൻ്റെ മുമ്പിൽ അല്ലെ അബ്യൂസീവ് ആയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ വൾനറബിലിറ്റി നമ്മൾ ബ്ലീഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആ ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ ഓഫ് സർട്ടൻ തിങ്സ്, പീപ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ചില പ്രൊഫഷണൽ എൻവയറമെൻ്റ് ഒക്കെ, കരിയർ നമ്മൾ കോർപ്പറേറ്റിൻ്റെ ഏരിയാസിലൊക്കെ നോക്കുമ്പോഴത്തേനും, ഞാൻ എപ്പോഴും പറഞ്ഞു കോർപ്പറേറ്റ് ഒന്നും പതുക്കെ ഒന്ന് തുടങ്ങി വെച്ചാണ്, പക്ഷെ എനിക്കത് തിരക്ക് കാരണം ഈ ബുക്കിൻ്റെ റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫോർമൽ റിലീസ്, ഓൾറെഡി ഇൻഫോർമൽ റിലീസ് കഴിഞ്ഞു ബൈ ഡോക്ടർ ശശി തരൂർ. പക്ഷെ ഇനി ഒരു ഫോർമൽ റിലീസിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫ്രീ ആയി എനിക്കൊന്നുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റിൻ്റെ വീഡിയോസും ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്സ്, നമ്മുടെ മാനിപ്പുലേറ്റേഴ്സ്, ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഇനി അടുത്തത് നോട്ട് ടു ബ്ലീഡ്. അപ്പം ഡു നോട്ട് ബ്ലീഡ് എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ബ്ലീഡിങ് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ ഈ വൾനറബിലിറ്റിയും നമ്മുടെ ഇമോഷണൽ ഇതുമൊക്കെയാണ്. പക്ഷെ നോട്ട് ടു ബ്ലീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നു നമ്മുടെ ലൈഫിൽ, നമ്മളുടെ ഇമോഷണലി ബാലൻസ്ഡ്, വളരെ കമ്പോസ്ഡ്, വളരെ നമ്മുടെ ഫേസ് ഒക്കെ അധികം ഇമോഷണലി ഭയങ്കര വ്യത്യാസമൊന്നും അവർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ടഫ്നെസ്സിനെ നമ്മൾ പുറത്തേക്കൊന്ന് കാണിച്ച് നല്ല രീതിയിൽ ഞാൻ കുറച്ച് സ്ട്രോങ് ആണ്, അണ്ടർ പ്രഷറിലും നിങ്ങളുടെ മാനിപ്പുലേഷനിലും ഒക്കെ ഞാൻ എന്നെ ബാലൻസ് ചെയ്ത് നിർത്തും എന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ ഒരു ഇമോഷണൽ കൺട്രോള്, അല്ലാതെ അവർക്കൊരു എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാനും ഫർദറായിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും എന്നെ അബ്യൂസ് ചെയ്യാനും ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സോണായെ ഞാൻ അങ്ങനെ കാണിക്കുന്നതാണ് നോട്ട് ടു ബ്ലീഡ് എന്ന് പറയുന്നത്. ഞാൻ എത്ര അടി കിട്ടിയാലും, നിങ്ങളിൽ നിന്ന് എത്ര അറ്റാക്ക് കിട്ടിയാലും, നിങ്ങൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയാലും ഞാൻ ബ്ലീഡ് ചെയ്യൂല. എൻ്റെ ഇന്ന് ഒരു ഇൻഫർമേഷൻ പുറത്തു വരില്ല. ഞാൻ എൻ്റെ വൾനറബിലിറ്റി നിങ്ങളെ കാണിച്ചു തരൂല. വൾനറബിൾ സ്പോട്ടുകളൊന്നും ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരൂല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഇമോഷണലി ഞാൻ എവിടെയൊക്കെയാണ് എനിക്ക് പ്രശ്നങ്ങളുള്ളതെന്നുള്ളതൊന്നും ഞാൻ ഇനി മുതൽ ഒരു കാരണവശാലും റിവീൽ ചെയ്യൂല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരാൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഉടനെ നിങ്ങളിങ്ങനെ മിണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമാവും, നിങ്ങളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് പറയുന്നത് നിൻ്റെ ഗുണവധികാരം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്, നിന്നെ കൊള്ളരുതാത്തത് കൊണ്ടാണ്, നീ എനിക്ക് മനസ്സമാധാനം തരാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു അവസരമൊന്നും നമ്മൾ കൊടുക്കില്ല. നിങ്ങൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളെപ്പോഴും അതിനെ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഡോണ്ട് ബ്ലീഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നമ്മളുടെ ഒരു ഹോൾഡ് കിട്ടുക. അപ്പോൾ നമ്മൾ അവരോട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഇമോഷണൽ വളരെ നമ്മൾ ലോ ആകുന്നതോ സാഡാകും, നമ്മൾ ക്രൈ ചെയ്യില്ല അവരുടെ മുമ്പിൽ, ഒരു കാര്യങ്ങളും നമ്മളങ്ങനെ കാണിച്ചു കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കണം. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡു നോട്ട് ബ്ലീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. പക്ഷേ നമുക്കറിയാം ഒരു വളരെ ജെനുവിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെപ്പോഴും പറയുന്നത് വൾനറബിലിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നത് വീക്ക്നെസ് അല്ല, ഇറ്റ് ഈസ് എ വെരി വെരി ഗുഡ് സ്ട്രെങ്ത് ആണ് ആ റിലേഷൻഷിപ്പിൻ്റെ. ഒരു റിലേഷൻഷിപ്പിൽ വൾനറബിലിറ്റി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്തിനെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഇല്ല? നിങ്ങളത് എത്ര നിങ്ങൾ ട്രൈ ചെയ്താലും ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വൾനറബിലിറ്റിയെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല, അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രക്ഷനാണ് മറ്റേ ആളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ
നമ്മൾ വീക്ക്നെസ്സസിനെയും നമ്മുടെ വൾണറബിലിറ്റിയെയും നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും നമ്മൾ ചില അനുഭവിക്കുന്ന നമ്മുടേതായ ചില സീക്രട്ടുകളെയൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചേ പറ്റൂ ഒരു നാർസിസിസ്റ്റ് റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതൊരു ജെനുവിൻ റിലേഷൻഷിപ്പോ ഹെൽത്തി റിലേഷൻഷിപ്പോ ആകുന്നില്ല. നമുക്കറിയാം ഈ ഇൻ എ നാർസിസിക് റിലേഷൻഷിപ്പിൽ ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് അറ്റാക്ക് നമ്മൾ ഒരു അറ്റാക്കിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതറിയാം. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, എസ്പെഷ്യലി നമ്മളൊരു ഹൈ റിസ്ക് എൻവയറമെൻറ്റിൽ നമ്മൾ ജീവിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു നാർസിസിസ്റ്റിൻ്റെ ഫാമിലിയിലായാലും ഓഫീസിലായാലും ഏത് സിറ്റുവേഷനിലായാലും നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിൽ വിചാരിക്കേണ്ട എങ്ങനെയാണെന്നറിയാവോ, എൻ്റെ ദൈവമേ, ഞാൻ ഈ ഷാർക്കുകളുടെ കൂടെയാണല്ലോ സ്വിം ചെയ്യുന്നത്. കുറേ ഷാർക്ക്, എത്ര നാർസിസിസ്റ്റുകളുണ്ടോ അത്രയും പേരിങ്ങനെ ഇത്രയും ഷാർക്കുകളുണ്ട്. അപ്പം അവിടെ എനിക്ക് ബ്ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലീഡ് ചെയ്യാതെ ഇവരെ മാനേജ് ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം. അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കും. ഈ സ്പെസിഫിക് ഷാർക്കുകളെ നമ്മൾ തിരിച്ചറിയണം. അതായത് ഓരോ നാർസിസിസ്റ്റുകളെയും നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഷാർക്കുകളാണ് ഇവർ ഓരോരുത്തരും. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ഇയാൾ ഇങ്ങനത്തെ ടൈപ്പാണ്, ഇയാൾ ഇങ്ങനത്തെ ടൈപ്പാണ്, ഇങ്ങനത്തെ ടൈപ്പാണ്. ഇവർ അറ്റാക്ക് ചെയ്താൽ ഓരോരുത്തരുടെ അറ്റാക്കിങ്ങും എത്രമാത്രം എന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് നമ്മൾ റാഡിക്കലി അക്സെപ്റ്റ് ചെയ്യണം. യെസ്, ഐ ആം ലിവിങ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് നാർസിസിസ്റ്റ് ആൻഡ് ദീസ് കൈൻഡ് ഓഫ് ഷാർക്ക് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ റാഡിക്കലി അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡു നോട്ട് ബ്ലീഡ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യണം. അവരുടെ മുമ്പിൽ വളരെ പേഷ്യൻ്റ് ആയിട്ടും വളരെ എപ്പത്തറ്റിക് ആയിട്ടും ആണ് അവരുടെ ഓരോ ഇൻട്രാക്ഷൻസിലും നമ്മൾ നിൽക്കേണ്ടത്. ഏത് ഇൻട്രാക്ഷനും വളരെ എപ്പത്തറ്റിക്, വളരെ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കണം. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്ന് എന്നെ ഹിറ്റ് ചെയ്യുന്നു പക്ഷെ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ പറയും ഒരു അമ്മിക്കൽ മെത്തേഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, സ്റ്റോൺ വാളിംഗ് ഒക്കെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഓഫീസിലൊക്കെയാണ് പല നെഗോസിയേഷൻ മീറ്റിങ്ങുകളിലും പല കൺഫ്രണ്ടേഷൻ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ആ നോട്ട് ടു ബ്ലീഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള സേഫായിട്ട് ആളുകളെയും അൺസേഫ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ നല്ലപോലെ തിരിച്ചറിയുകയും അതിനെ നമ്മൾ എവിടെ എനിക്ക് ആ സേഫ് ആളുകളുമായിട്ട് എൻ്റെ വൾണറബിലിറ്റീനെ ഷെയർ ചെയ്യാം എന്നുള്ളത് നോക്കണം. അൺസേഫ് ആളുകളുമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ വൾണറബിലിറ്റിയെ ഉള്ളിൽ നമ്മൾ ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത് ആക്കി മാറ്റിക്കൊണ്ട് നമുക്ക് അവരുമായിട്ട് അതിനെ നമ്മളെ ഉള്ളിൽ വളരെ നല്ല രീതിയിൽ ഇന്റേണലി വെച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവരുടെ മുമ്പിൽ വരുമ്പോൾ വി നീഡ് ടു പ്രൊജക്റ്റ് എ മെൻ്റലി ടഫ് പേഴ്സോണ. മെൻ്റലി ടഫാണ് ഞാൻ, വളരെ ടഫായിട്ടുള്ള ഒരാളാണ് ഞാനെന്നുള്ള ഒരു പേഴ്സോണയെ ഇവരുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇവരുടെ കൂടെ നിങ്ങളുടെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫങ്ഷണൽ ഇൻറ്റിമസി ഏരിയാസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഫങ്ഷണൽ ഇൻറ്റിമസി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോർ ഏരിയയിൽ ഞാനെന്ന സെൽഫിൻ്റെ അടുത്ത് എത്ര അടുത്താണ് ഇവരെയൊക്കെ എനിക്ക് നിർത്താൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷണൽ ഏരിയാസിനെ നമ്മൾ നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഞാൻ എവിടെയാണ് നിർത്തിയിരിക്കുന്നതും അഥവാ അവർക്ക് ഞാൻ ചെറിയ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായാൽ പോലും അവരെ നമ്മളിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബൗണ്ടറീസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ ലീവ് യുവർ ലക്ഷ്മണരേഖ ബൗണ്ടറി. അതായത് ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല, എന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാരണവശാലും ഒരു കാര്യം റിവീൽ ചെയ്യൂല, നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് അടുക്കില്ല, കൂടുതൽ ഇൻട്രാക്ഷൻ നിൽക്കൂല, ഒരു കാര്യത്തിനും വേണ്ടി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്നെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട് നമ്മൾ പറയുന്നത് ലക്ഷ്മണരേഖ എന്നാണ് പറയുന്നത്. അതൊരിക്കലും ലീവ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് നമുക്കിതിനെ ഏകദേശം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഷാർക്കുകളെ തിരിച്ചറിയുക. ഏതൊക്കെ ടൈപ്പ് ഷാർക്കുകൾ, അതിൻ്റെ അബ്യൂസിൻ്റെ ലെവൽസ് നോക്കുക, അതിൻ്റെ ടോക്സിസിറ്റിയുടെ ലെവൽസ് നോക്കുക, അവരുടെ ഡാർക്ക് പേഴ്സണാലിറ്റി ലെവൽസ് ഒക്കെ നോക്കുക. അതൊക്കെ മനസ്സിലാക്കുകയും
നമ്മുടെ ചുറ്റിനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് പറ്റിക്കഴിഞ്ഞാലാണ് നമുക്കിതിനെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും അബ്യൂസ് ഫ്രീ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റണം. നെവർ അബ്യൂസ് എനിവൺ, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ് എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.